വെൽക്കം ബാക്ക് ടു റിയാൻസ് പാൻട്രി. ഇന്ന് നമുക്കൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ഗുലാബ് ജാമാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ എടുത്തിരിക്കുന്നത് ഗുലാബ് ജാമിൻ്റെ മിക്സ് പൗഡർ തന്നെയാണ്. അത് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം. നമ്മൾ 2 പാക്കറ്റ് ഇവിടെ എടുക്കുന്നുണ്ട്. ഗുലാബ് ജാമിൻ്റെ മിക്സ് ആയതുകൊണ്ട് നമ്മൾ വേറൊന്നും എക്സ്ട്രാ അതിനകത്ത് ആഡ് ചെയ്യേണ്ടി വരത്തില്ല. ഓൾറെഡി അതിനകത്ത് തന്നെ എല്ലാ മിക്സുമായിട്ട് വന്നിരിക്കുന്നത്. നമുക്കത് നല്ല സോഫ്റ്റ് ഡൗ ആയിട്ട് കുഴച്ച് ചേർത്താൽ മാത്രം മതിയാകും. നമ്മുടെ അടുത്ത പാക്കറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ അത്രത്തോളം നമുക്ക് എടുത്ത് ചെയ്യാം. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിൽ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച്, വെള്ളമോ പാലോ എനിക്ക് ഒഴിക്കാവുന്നതാണ്. ആവശ്യമുള്ളത് ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ഡൗ ആവുന്ന രീതിയിൽ കുഴച്ചെടുക്കാം. നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് പാൽപ്പൊടിയും കൂടി ചേർക്കുകയാണ്. വേണമെന്നില്ല, ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓവറായിട്ട് വെള്ളമല്ല, കറക്റ്റ് നമ്മൾ ഓക്കെ ആയി നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. നമുക്കിനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ നമ്മുടെ ഡൗ നല്ലതുപോലെയാണ് സോഫ്റ്റാക്കി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ബോളാക്കുമ്പോൾ നെയ്യോ എണ്ണയോ അതേപോലെ വെള്ളമോ ജസ്റ്റ് ഒന്ന് കയ്യിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ബോൾ നല്ലതുപോലെ ഇതായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മാവെല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഷുഗർ സിറപ്പിനായിട്ട് പാൻ എടുത്ത് വെക്കാം. നമുക്ക് ഷുഗർ സിറപ്പിന് ആവശ്യമുള്ള പഞ്ചസാര കൊടുക്കാം. ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഷുഗർ മെൽറ്റ് ആവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഷുഗർ മെൽറ്റ് ആയതിനു ശേഷം ഒരു 4-5 കാർഡമൻ ഏലക്ക ഒന്ന് ചതച്ചോ പൊടിച്ചോ ഇടാം. നമ്മുടെ ഓൾമോസ്റ്റ് ഷുഗറെല്ലാം മെൽറ്റായി. ഷുഗറെല്ലാം കംപ്ലീറ്റ്ലി മെൽറ്റായി. നമുക്കൊന്ന് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതെ, നമ്മുടെ ഷുഗർ സിറപ്പ് നല്ലോണം തിളച്ചു തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് ഒരു 4-5 ഏലക്ക ചതച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഏലക്കയൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് നല്ല മണം വരും. ജസ്റ്റ് ഒരു മണത്തിന്, ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ ഏലക്ക ചേർക്കുന്നത്. ഏലക്ക ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഞങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂവും ചേർക്കാം. നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയായി കഴിഞ്ഞു. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി പാൻ വെച്ച് ബോൾസ് പൊരിച്ചെടുക്കാനുള്ള എണ്ണ പൊരിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ എടുക്കുക. എണ്ണ ചൂടായി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എണ്ണ നമ്മുടെ ചൂടായിട്ടുണ്ട്. ബാക്കിയുള്ള ബോൾസ് നമുക്ക് ഇടാം. എണ്ണ ചൂടായി കഴിഞ്ഞു. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബോൾസ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എണ്ണയിലിടുമ്പോൾ സൂക്ഷിച്ചിടെ തെറിച്ചൊന്നും വീഴരുത്. നമ്മുടെ ബോൾസ് എല്ലാം ഇട്ട് ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. ബ്രൗൺ നല്ല കളറുണ്ട്. ഇതൊക്കെ ഓൾറെഡി ബ്രൗണായി. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓരോന്നും തിരിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. കോരിയെടുത്ത് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സിറപ്പിലോട്ട് ഇടാം. നമ്മുടെ ബോൾസ് എല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 7 to 8 hours വേണം ഇത് സോക്കായി കിട്ടാൻ. നമ്മുടെ ഗുലാബ് ജാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാം റെഡി ആയിട്ടുണ്ട്. കണ്ടോ,
പയ്യെ തൊടുമ്പം തന്നെ ഇത് സൂപ്പറായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ സോക്കാക്കി കിട്ടിയിട്ടുണ്ട്. കണ്ടോ? മോനിപ്പം തന്നെ കൊതി ഒന്ന് ഓടി വന്ന് നിൽക്കുക. അപ്പം നമുക്ക് മോൻ തന്നെ ആദ്യം കൊടുത്തു നോക്കാം. എങ്ങനെയുണ്ടോ? അതെ, ഒന്നുകൂടി വേണോ? ടേസ്റ്റി സൂപ്പറായിട്ടുള്ള ഗുലാബ് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിരിക്കുന്നു. വേണ്ട, അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.